തിബറ്റ് എന്ന നാമം ത്രിവിഷ്ടപം എന്ന നാമത്തിൽ നിന്നാണ് ഉണ്ടായി വന്നത്. സകല മൂർത്തികളുടെയും ഉപാസനാ കേന്ദ്രം എന്നൊരർത്ഥം ഇതിനുണ്ട്. എന്നാൽ അതല്ലാതെ ഭൂമിയിലുള്ളതല്ലാത്തത് ദേവലോകം എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. തിബറ്റ് ഇന്റർനാഷണൽ ഹോട്ടൽ ഞങ്ങൾക്ക് നൽകുന്നതും ആ ദേവലോകത്തേക്ക്, മഹാദേവന്റെ വാസഭൂമിയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടുന്ന ഒരു സ്വസ്ഥവൃത്തമാണ്. കൈലാസയാത്രയ്ക്ക് പുറപ്പെടുന്ന ഓരോ മനസ്സും അകാരണമായ ആശങ്കപ്പെടലുകളിൽ പെടുന്നത് സ്വാഭാവികമാണ്. നമുക്കറിയില്ല എന്തുകൊണ്ടോ ഒരു പരിഭ്രമം, എവിടെയൊക്കെയോ ചിലപ്പോൾ ഭയം, വേണമോ വേണ്ടയോ എന്നൊക്കെയുള്ള ചിന്ത. എന്നാൽ ഇതിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് അപ്പുറത്ത് കൈലാസമെന്ന ആ മഹാപർവ്വതത്തെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നൊരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാം മറക്കും. കൈലാസത്തിലേക്ക് പോകണം എന്നൊരൊറ്റ ചിന്ത മാത്രം വരും. പിന്നെ വീണ്ടും എപ്പോഴോ ഭയം, ആശങ്ക, കൗതുകം, ആകാംക്ഷ ഇതെല്ലാം നമ്മളെ ബാധിക്കാൻ തുടങ്ങും. അത് എല്ലാ കൈലാസയാത്രകളിലും സംഭവിക്കുന്നതാണ്. ഇത്തവണത്തെ നമ്മുടെ യാത്രയിലും പല ദേശങ്ങളിൽ നിന്ന് ഒത്തുചേർന്നവർ, പല ജീവിതാവസ്ഥകളിലുള്ളവർ, എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു തുടങ്ങിയിട്ടുകൂടിയില്ല എങ്കിലും എല്ലാവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്ന് അദൃശ്യമായി ഉണ്ടായിരുന്നു. കാരണം എല്ലാവരുടെ മനസ്സിലും ഒരുപോലെ കൈലാസ ദർശനം എന്ന മഹാചിന്തയാണല്ലോ ഉള്ളത്. ആ ചിന്ത, ആ ആഗ്രഹം, അതുതന്നെയാണ് നമ്മളെ എല്ലാവരെയും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടി നിർത്തിയത്. കൈലാസയാത്രയിൽ ധ്യാനത്തിന്റെ മുദ്രാമന്ത്രജപങ്ങളുടെ പ്രാധാന്യം വളരെയേറെയാണ്. മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നത് പ്രധാനമാണ്. ഭയത്തിനും ആകാംക്ഷയ്ക്കും അപ്പുറത്ത് നമ്മുടെ ലക്ഷ്യത്തെ പ്രാപിക്കുവാനുള്ള ആത്മശക്തി നമ്മളിൽ തന്നെ ഉണ്ടാവുക എന്നത് പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിൽ നമ്മൾ അറിയുന്നത് ആ അനന്തമായ സാധ്യതകളെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കൈലാസം മാടി മാടി വിളിക്കുമ്പോൾ നിറഞ്ഞു തുളുമ്പാത്ത ഹൃദയങ്ങളില്ല, നിറഞ്ഞൊഴുകാത്ത കണ്ണുകളില്ല. അവിടെ ഏകാന്തമായ തപസ്സിലേക്ക് നമ്മളെ വീണ്ടും വീണ്ടും നയിക്കുകയാണ് ഓരോ ധ്യാനവും. അതുകൊണ്ട് തന്നെ കൈലാസയാത്രയുടെ ആദ്യത്തെ ദിവസങ്ങൾ, യാത്ര പുറപ്പെട്ട് ആദ്യത്തെ ദിവസങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അത് ആന്തരികമായ ഈ ചൈതന്യത്തെ ഉണർത്താനുള്ളതാണ്. ശാരീരികവും മാനസികവുമായ ഉണർവ് മാത്രം പോരാ നമുക്ക്. ആന്തരികമായ ചൈതന്യം, ആന്തരിക ശക്തി, ആത്മശക്തി ഉണരണം. ഒത്തൊരുമിക്കലിന്റെ സന്തോഷം ഏറ്റവും കൂടുതലായി പ്രകടമായത് ഭക്ഷണശാലയിലെത്തുമ്പോഴാണ്. പലപ്പോഴും നമുക്ക് പേരറിഞ്ഞുകൂടാത്ത പല തിബറ്റൻ വിഭവങ്ങളുമായി തിബറ്റ് ഇന്റർനാഷണൽ ഹോട്ടലിലെ ഷെഫ് നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഭാഷയൊന്നും പറഞ്ഞാൽ പരസ്പരം മനസ്സിലാകില്ല എങ്കിൽ പോലും നന്നായി സന്തോഷത്തോടുകൂടി സൽക്കരിക്കണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുള്ളതും, അതുപോലെ തന്നെ കൈലാസയാത്രയ്ക്ക് പുറപ്പെടുന്ന നമുക്ക് എങ്ങനെയാണ് ഓരോ നിമിഷങ്ങളെയും സ്വീകരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ അപരിചിതമായ ഭക്ഷണങ്ങൾ ഇനി കഴിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ചിന്തയ്ക്ക് ഒരു തുടക്കം കുറിക്കലും ഒക്കെയായിരുന്നു ഭക്ഷണം. എന്നാൽ പിന്നീട് മെല്ലെ മെല്ലെ നമുക്ക് എന്താണോ വേണ്ടത് ആ ഭക്ഷണങ്ങൾ ആരോഗ്യത്തോടു കൂടി തയ്യാറാക്കി തരുന്ന രീതിയിലായിരുന്നു തിബറ്റ് ഇന്റർനാഷണൽ ഹോട്ടലിലെ എല്ലാ ജീവനക്കാരും. സാധാരണ 2 ദിവസത്തെ നേപ്പാൾ വാസം കഴിഞ്ഞ് കൈലാസയാത്രികരെല്ലാം കൈലാസിലേക്കുള്ള യാത്ര പുറപ്പെടും. എന്നാൽ വിസയുടെ ലഭ്യതാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തിബറ്റ് ഇന്റർനാഷണൽ തന്നെ ഏതാണ്ട് 5 ദിവസത്തോളം താമസിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തോടുകൂടി ആ അന്തരീക്ഷത്തെ അറിയുവാനും യാത്രകൾ ചെയ്യുവാനും ഒരുമിച്ചുള്ള യാത്രകളിൽ കൂടുതൽ പരസ്പരം മനസ്സിലാക്കുവാനും ഓരോരോ ആശയവിനിമയത്തിലൂടെ ഓരോരുത്തരുടെ ഉള്ളിലെയും ആഗ്രഹത്തിൻ്റെ
ഭക്തിയുടെ അളവുകളെ മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചു. ഒരു തീർത്ഥയാത്രയിൽ എപ്പോഴും അങ്ങനെയാണ്. രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ കേട്ടിരിക്കുന്ന ആൾക്ക് മറ്റേ ആളുടെ ഭക്തിവൈഭവത്തിൽ വല്ലാത്ത ബഹുമാനം, ഉയർന്ന ബഹുമാനവും സ്നേഹവും തോന്നും. കേൾക്കുമ്പോൾ അനുസരിച്ച് നമ്മുടെ ഉള്ളിലും ഭക്തിയും ആത്മവിശ്വാസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കൈലാസയാത്രയിലെ നമ്മളുടെ ഓരോ സംഭാഷണത്തിലും ഇത്തരത്തിൽ ഓരോരുത്തരെയും കേൾക്കുന്നവരെ എപ്പോഴും പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന, പറയുന്നവർക്ക് എപ്പോഴും ആനന്ദം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. മാത്രമല്ല, ഇനി ഒരുപാട് ദിവസം ഒത്തുചേർന്ന് ജീവിക്കേണ്ടവർ, ഒരു വലിയ ജീവിതം തന്നെ, ജന്മത്തിൻ്റെ തന്നെ ഒരു വലിയ പ്രത്യേകമായ ഘട്ടം, അനുഗ്രഹീതമായൊരു ഘട്ടത്തെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കേണ്ടവരാണ് ഓരോ കൈലാസയാത്രികരും. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് എന്നുള്ളത്, ആ ഗ്രൂപ്പിൻ്റെ പരസ്പരമുള്ള കാണലുകൾ, ഒരുമിച്ചുള്ള യാത്രകൾ, സംസാരം, ഒത്തുചേർന്നുള്ള ആനന്ദ നിമിഷങ്ങൾ ഒക്കെയും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ യാത്രകൾ ചെയ്യുവാനും ഒരുമിച്ചിരിക്കുവാനും ഒരുപാട് അവസരങ്ങൾ നൽകുന്ന ഒരു കൈലാസയാത്ര ആയിരുന്നു ഇത്തവണത്തേത് എന്നത് എടുത്തു പറയുക തന്നെ വേണം. യാത്രകൾക്കൊടുവിൽ ഒരു ദിവസം ഞങ്ങൾ എത്തിയത് ബുധാ നീലകണ്ഠത്തിൽ. കാഠ്മണ്ഡുവിലെത്തുന്ന എല്ലാവരും നിർബന്ധമായും കണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ജലശായി വിഷ്ണുവിൻ്റെ ക്ഷേത്രം. ജലശായി വിഷ്ണു എന്ന് വെച്ചാൽ ജലത്തിൽ ശയിക്കുന്ന വിഷ്ണുവാണ്. ആ ശയനം തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. അതിന് ചില ഗുപ്തഭാവങ്ങളുണ്ട്. അതൊക്കെയും നമ്മൾ സത്സംഗിൽ പറയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇതുപോലെ ഉള്ള ഒരു ശയനമാണ് എന്ന്, പൂർണ്ണമായും ആ രീതിയിലാണ് ശയനമെന്ന് പറയാനാവില്ല എങ്കിലും സമാനമായ രീതിയിലുള്ള ശയനമാണ്. അവിടെ ഭഗവാന് ഉപ്പുമാങ്ങ വളരെ വിശേഷപ്പെട്ടതാണ്. അതുപോലെ തന്നെ മാമ്പഴവും പ്രസാദമായി നൽകുന്നത് വളരെ വിശേഷമാണ്. ശംഖചക്ര ഗദാ പത്മത്തോടുകൂടി ശയിക്കുന്ന മഹാവിഷ്ണുവിനെ നമ്മൾ ജലശായി വിഷ്ണു എന്ന് വിശേഷിപ്പിക്കാറാണ്. ഈ ജലശായി വിഷ്ണുവിൻ്റെ ക്ഷേത്രം അറിയപ്പെടുന്നത് ബുധാ നീലകണ്ഠം എന്നാണ് കേട്ടോ. ഈ ബുധാ നീലകണ്ഠം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയം വരും, എന്താണിത്? ബുദ്ധൻ്റെ ക്ഷേത്രമാണോ? ബുധാ നീലകണ്ഠ എന്നാണോ? അതിന് നീലകണ്ഠ എന്ന് പറയുന്നതുകൊണ്ട് മഹാദേവൻ്റെ ക്ഷേത്രമാണോ എന്നൊക്കെ സംശയിക്കും. വരുമ്പോൾ കാണുന്നതോ ശയിക്കുന്ന വിഷ്ണു. പിന്നെ ശയിക്കുന്ന വിഷ്ണു തന്നെയാണോ അതോ ഇനി മഹാദേവനാണോ എന്നൊക്കെ പലരും അവിടെ സംശയിച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ കാണാൻ പറ്റും. പല യാത്രികരും വന്നിട്ട് അങ്ങനെ സംശയിക്കുന്നത്. ശരിക്കും ഇത് ബുധാ നീലകണ്ഠ. ബുധ എന്ന് പറഞ്ഞാൽ വൃദ്ധനായ നീലകണ്ഠൻ. വളരെ പ്രായം ചെന്ന ഒരു നീലകണ്ഠൻ എന്ന ഒരു മനുഷ്യൻ വളരെയേറെ വിഷ്ണുഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാടം നിന്നിരുന്ന പ്രദേശത്ത് പാടത്ത് വിത്തുകൾ വിതയ്ക്കുകയും നാരായണനെ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ദർശനമാണ് ജലശായി വിഷ്ണുവിൻ്റെ ഈ രൂപം. ഇന്നും അത് കേദാരം എന്ന് പറഞ്ഞാൽ പാടം എന്നാണല്ലോ, അപ്പോൾ അതിൻ്റെ കേദാരഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ മഹാവിഷ്ണുവിൻ്റെ ശയനം വിശേഷമായിട്ട് കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ജലശായി വിഷ്ണു എന്ന ക്ഷേത്രത്തിന് ഇങ്ങനൊരു പേര് വരാൻ കാരണം. മുൻപൊക്കെ ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു വൃക്ഷം നിൽക്കുന്നത് ബ്രഹ്മകമലം പൂവുണ്ടല്ലോ, അതായത് ഹിമാലയത്തിൽ മാത്രം കാണുന്ന ബ്രഹ്മകമലം എന്ന പുഷ്പം, താഴേക്കുള്ള താമര, അത് വിടർന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതിനൊരു മരം നിൽക്കുന്നത് കാണാമായിരുന്നു. ഇപ്പോൾ ആ മരം വെട്ടിമാറ്റിയൊരവസ്ഥയിൽ അവിടെ ചെന്നപ്പോൾ കണ്ടു. ഈ താഴേക്കുള്ള താമര എന്ന് പറയുന്നത് ശരിക്കും സഹസ്രാരത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണുന്ന ഒരു വിശേഷമായിരുന്നു. ഇപ്പോൾ ഏതായാലും ജലശായി വിഷ്ണു ക്ഷേത്രത്തിൽ അത് കാണുന്നില്ല. ചുറ്റുവട്ടത്തുള്ള മൂർത്തികളിൽ നമുക്ക് മാതംഗിയുടെ സാന്നിധ്യമുണ്ട്, അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യമുണ്ട്, ഗണപതിയുടെ സാന്നിധ്യവുമുണ്ട്. അങ്ങനെ വിശേഷമായ ഒരുപാട് ദർശനങ്ങളുടെ ഭൂമിയാണ് ജലശായി വിഷ്ണുവിൻ്റെ സാന്നിധ്യം. ഇവിടെ ഒരു ക്ഷേത്രം, ഒരു ശ്രീകോവിൽ ഭൂട്ടാൻ്റെ ഒരു അധികാര പരിധിയിൽപ്പെടുന്ന, ഭൂട്ടാനിലെ രാജാക്കന്മാരുടെ അധികാര പരിധിയിൽ പെടുന്നതാണ്. ശരിക്കും നമ്മൾ ഈ കിന്നര ലോകം എന്ന് പറയുന്നത്, നമ്മൾ നേപ്പാളിലൂടെയാണ് നമ്മുടെ കൈലാസ യാത്രയെങ്കിലും കൈലാസ ഭൂമി എന്ന് വിശേഷമായിട്ട് പറയുന്ന ഭൂമി ആരംഭിക്കുന്നത്, അതിൻ്റെ അതിർത്തി, പണ്ടുകാലത്തെ പുരാണങ്ങളിൽ കൈലാസ ഭൂമിയുടെ അതിർത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് കാശ്മീരാണ്. കാശ്മീർ മുതൽ ഭൂട്ടാൻ വരെ വിശാലമായി കിടക്കുന്ന ഒരു ഭൂമിയാണ് കൈലാസ ഭൂമി അല്ലെങ്കിൽ കിന്നര ഭൂമി എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ കിന്നരഭൂമിയിലും കൈലാസഭൂമിയിലും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുവാനുള്ള മഹാഭാഗ്യത്തോടു കൂടി കാഠ്മണ്ഡുവിൽ നിന്ന് ഒരു ദിവസത്തെക്കുറിച്ച് കൂടി പറയാണ്. വീണ്ടും ദിവസങ്ങൾ, അറിവുകൾ, സത്സംഗങ്ങൾ, പ്രാർത്ഥനകൾ, അങ്ങനെ മനോഹരമായിരുന്നു ആ ദിവസങ്ങൾ.
ജലത്തിൽ ശയിക്കുന്ന മഹാവിഷ്ണു. അനേകം ചുരുളുകളോടുകൂടിയുള്ള നാഗരൂപത്തിന് മേലെയാണ് ഈ ശയനം. കേരളക്കരയിൽ നിന്ന് കൈലാസയാത്രയിലേക്ക് പോകുമ്പോൾ ജലശായി വിഷ്ണുവിൻ്റെ ഈ ക്ഷേത്രഭൂമിയിൽ നമുക്ക് ശയിക്കുന്ന വിഷ്ണുവിനെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് മോക്ഷസ്വരൂപമാണ്. ബുദ്ധമതത്തിൽ പരിനിർവാണ എന്നറിയപ്പെടുന്ന അവസ്ഥ. ശയനബുദ്ധൻ പരിനിർവാണ ഭാവത്തിൽ അഥവാ മോക്ഷത്തിന്റെ സമയത്താണ് ഇങ്ങനെ ശയിച്ചത് എന്നൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് തന്നെ ശയനമൂർത്തികൾ ബുദ്ധമതത്തിലാണ് നമുക്ക് കൂടുതലായി കാണുന്നത്. ഉറങ്ങുന്ന ബുദ്ധനും ശയനബുദ്ധനുമൊക്കെ വിശേഷമാകുമ്പോൾ ബുദ്ധ നീലകണ്ഠ ക്ഷേത്രത്തിൽ നീലകണ്ഠൻ എന്ന നാമത്തിലൂടെ ശിവനും ബുദ്ധ നീലകണ്ഠ എന്ന നാമത്തിലൂടെ ബുദ്ധനും, എന്നാൽ ശയിക്കുന്നത് മഹാവിഷ്ണുവാണ് എന്ന സത്യത്തിലൂടെ മഹാവിഷ്ണുവും നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ എല്ലാ മൂർത്തി സങ്കല്പങ്ങളും ഒത്തുചേരുന്ന ഗരുഡൻ സാക്ഷിയായി നിൽക്കുന്ന ജലശായി വിഷ്ണു ക്ഷേത്രം. കൈലാസയാത്രയ്ക്കായുള്ള യാത്ര പുറപ്പെട്ട് 3-ാം ദിവസം, അത് പ്രദോഷ സന്ധ്യയായിരുന്നു. എല്ലാ ദോഷങ്ങളെയും മാറ്റുവാൻ കെൽപ്പുള്ള സന്ധ്യ. അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ അറിയുന്നത് വിസയുടെ അനുമതി കിട്ടുവാൻ വീണ്ടും ചില ദിവസങ്ങൾ കൂടി എടുത്തേക്കും എന്ന്. വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെ മനസ്സിലേക്കും ഒരു നിരാശ വന്നു. സംഘത്തിലെ പലർക്കും പലവിധമായ പ്രശ്നങ്ങളുണ്ട്. അവധിയുടെ പ്രശ്നങ്ങൾ, വീട്ടിൽ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, പിന്നെ സ്വന്തമായി കമ്പനിയുള്ളവർ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ, എല്ലാവർക്കും സ്വാഭാവികമായും പലതരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലൂടെ പോകുമല്ലോ. എന്താണ് ഒരു പരിഹാരം, എന്താണ് ഇനി നമുക്ക് ചെയ്യാനാകുന്നത് എന്നൊക്കെയുള്ള കൂടിയാലോചനകൾ വളരെയേറെ നടത്തി. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി നമുക്ക് മറ്റൊന്നും ചെയ്യാനാവില്ല പ്രാർത്ഥിക്കുക അല്ലാതെ. അപ്പോഴുള്ള ഒരവസ്ഥയെ മറികടക്കുവാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന്. മോക്ഷയുടെ എല്ലാ കൈലാസയാത്രയിലും പൂജാതി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ശ്രീ ഗോപൻ തിരുമേനിയാണ്. മണപ്പാടിലത്തെ ഗോപൻ തിരുമേനി. ഗോപൻ തിരുമേനി ഉടനെ തന്നെ ഒരു നിർദ്ദേശം മുന്നിലേക്ക് വെച്ചു. നമുക്കൊരു പൂജ ചെയ്യാം. സാധാരണ നമ്മുടെ യാത്രകളിൽ കൈലാസയാത്ര പുറപ്പെടുന്ന അന്ന് രാവിലെയാണ് പൂജകൾ തുടങ്ങുക. പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനം നമുക്ക് നേരത്തെ തന്നെ ഒരു പൂജ നടത്താം. പ്രദോഷ സന്ധ്യയാണല്ലോ, പ്രദോഷ രുദ്രനെ തന്നെ നമുക്ക് ഉപാസിക്കാം. അങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുക്കുകയും തിബറ്റ് ഇന്റർനാഷണൽ ഹോട്ടലിൽ ഞങ്ങൾക്കായി തന്നിട്ടുള്ള സത്സംഗ ഹാളിൽ ഞങ്ങൾ പൂജയ്ക്ക് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു. ചെറിയ പത്മം വരച്ച് അതിൽ ദീപം തെളിയിച്ചു വെച്ച് ഇരുവശത്തും വിളക്കുകൾ വെച്ച് ഗുരുവിനെയും ഗണപതിയെയും സങ്കല്പിച്ച് പൂജകൾ ആരംഭിച്ചു. പൂജകൾ ആരംഭിക്കുന്ന സമയത്ത് ഓരോ മനസ്സുകളിലും ഓരോരോ ചിന്തകളാണ് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ആ മുഖഭാവങ്ങൾ തെളിമയോടുകൂടിയുള്ളതായിരുന്നു. അസ്തമയത്തിന് 1.5 മണിക്കൂർ മുമ്പുള്ള സമയവും 3 മണിക്കൂർ സമയം അസ്തമയത്തിന് ശേഷവുമുള്ള സമയത്താണ് പ്രദോഷത്തിന്റെ ഏറ്റവും വിശേഷമായ മുഹൂർത്തം. ആ സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നിരുന്നു പശുപതിനാഥന്റെ സാന്നിധ്യമുള്ള പശുപതിനാഥ ക്ഷേത്രമുള്ള ഭൂമിയിൽ നിന്ന് കഷ്ടിച്ചൊരു 1 കിലോമീറ്റർ മാത്രം അകലെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഞങ്ങൾ അത്രയും പേർ ഒത്തുചേർന്നിരുന്ന് നമഃശിവായ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മഹാദേവനെ, സാക്ഷാൽ പാർവതീ ദേവിയെ ഉപാസിച്ചു, പ്രാർത്ഥിച്ചു. ത്രയോദശി സന്ധ്യയിൽ ആ മഹാദേവൻ ആനന്ദ താണ്ഡവമാടുന്ന വേളയിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ താളങ്ങളെയും നിയന്ത്രിക്കുവാൻ കെൽപ്പുള്ള ആ മഹാദേവന്റെ തൃപ്പാദങ്ങൾക്ക് താഴെ ഈ ഭൂമി, ഈ ജീവിതം, ഈ ജീവിതങ്ങൾ സുരക്ഷിതമാണ് എന്ന് തിരിച്ചറിവുള്ള ഓരോ ശിവഭക്തരും പ്രാർത്ഥനയുടെ ഓരോ നിമിഷത്തിലും മനസ്സിനെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. അതെ,
ആ പാദങ്ങൾക്കടിയിലാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിലെ അന്ധകാരങ്ങളെല്ലാം ഒഴിവാക്കുന്ന, എന്നിലെ അന്ധകാസുരനെ നിഗ്രഹിക്കുന്ന ആ മഹാദേവൻ പ്രദോഷ സന്ധ്യാനേരത്ത് തൻ്റെ നൃത്തത്തിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. എൻ്റെ ജന്മമോക്ഷങ്ങളുടെ സഞ്ചാരത്തിലെ ഈ മഹാപ്രയാണത്തിന് തീർച്ചയായും വഴിയൊരുക്കുക തന്നെ ചെയ്യും. ഹലാഹല വിഷം പാനം ചെയ്ത് പ്രപഞ്ചത്തിന് നന്മ വരുത്തിയ മഹാദേവൻ തീർച്ചയായും ഓരോ മനസ്സുകളെയും കാണുന്നുണ്ട്. ആ മഹാദേവന്റെ തന്നുടൽ പാതിയായ പാർവതി ഈ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. ഓരോ മനസ്സിൻ്റെയും വിങ്ങലുകൾ കാണുന്നുണ്ട്. കൂവളത്തിലയാൽ, ഓരോ തുളസിയിലയാൽ, ഓരോ പൂജാവസ്തുക്കളാൽ പ്രാർത്ഥനകൾ ഒരുങ്ങുമ്പോൾ, തിരുമേനിയുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ നമ്മൾ ഏറ്റുപറയുമ്പോൾ എല്ലാം മനസ്സുണർന്ന് കൈലാസയാത്ര തീർച്ചയായും സാധ്യമാകും എന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് ഞങ്ങൾ എത്തുകയായിരുന്നു. ഗോപൻ തിരുമേനി ഓരോ മന്ത്രങ്ങളായി ഉച്ചരിക്കുമ്പോൾ മന്ത്രജപങ്ങളാൽ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ശ്രീരുദ്രമന്ത്രജപം നടത്തുവാൻ അറിയുന്ന നിരവധി പേർ ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരാ മന്ത്രങ്ങൾ ഏറ്റുചൊല്ലി. മന്ത്രങ്ങൾ ഒന്നും അറിയില്ല എങ്കിൽ പോലും നമഃശിവായ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ടും ഈ മന്ത്രത്തിൻ്റെ ഭാവങ്ങളെ ഉണർത്തിയവരാണ് അധികവും. കാരണം അവിടെ ഉള്ളറിഞ്ഞുണരുന്ന, ഉള്ളിൽ നിറഞ്ഞു തെളിയുന്ന ശിവസാന്നിധ്യം, ശിവതത്വം അതുമാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. മനസ്സ് മെല്ലെ മെല്ലെ അറിയുകയായിരുന്നു, ഇത് ഒരു പരീക്ഷണമാണ്. ഞങ്ങളുടെ മഹാഗുരു സാക്ഷാൽ ദക്ഷിണാമൂർത്തി ഞങ്ങളെ ഒന്ന് പരീക്ഷിക്കുകയാണ്. കൈലാസയാത്ര എത്തണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ, അതോ ആ ആഗ്രഹത്തിന് വേണ്ടി ഒരു തപസ് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ഞങ്ങളുടെ ഗുരു, നമ്മുടെ ഗുരു നമ്മളെ ശ്രദ്ധിച്ചു നോക്കി പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. അതിലൊരു പ്രധാന ഘട്ടം ആ പ്രദോഷ സന്ധ്യാനേരത്ത് ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ, പൂജയിലൂടെ മറികടക്കുകയായിരുന്നു. പൂജകൾ പൂർത്തിയാകുന്ന നിമിഷം സാക്ഷാൽ രുദ്രൻ തന്നെ വിഭൂതിയുടെ ഗന്ധത്തിലൂടെ അവിടെ വന്നു നിറഞ്ഞു. ഞങ്ങൾക്കാകെ ഒരു പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കായി. അതെ, അന്നപൂർണ മലകൾക്ക് താഴെ പശുപതിനാഥിൽ വാരാഹിയായും മാതംഗിയായും അന്നപൂർണയായും പരാശക്തിയായും നിലകൊള്ളുന്ന ഭഗവതി അവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങളിൽ ആത്മശക്തി നൽകിയിരിക്കുന്നു, ഞങ്ങളിലുള്ള ആത്മബലത്തെ ഉണർത്തിയിരിക്കുന്നു. അതെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആ നിമിഷം ബോധ്യമായൊരു സത്യമുണ്ട്, സാധിക്കും, കൈലാസയാത്ര സാധിക്കും. ഭഗവാൻ നമ്മളെ അതിന് അനുവദിക്കും. തീർച്ചയായും ഒരു കാലത്തും കൈവിടില്ല. ഓരോരുത്തരും മനസ്സിലേറ്റു പറഞ്ഞതും അതായിരുന്നു, കാത്തിരുന്നു കൊള്ളാം, അങ്ങ് നിശ്ചയിക്കുന്ന നിമിഷത്തിൽ മതി, എന്നാലും ഉപേക്ഷിക്കരുതേ, ഞങ്ങളെ ആ കൈലാസത്തിൻ്റെ പുണ്യഭൂമിയിലേക്ക് എത്തിക്കണേ എന്ന്. ഗോപൻ തിരുമേനി പൂജകളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഗുരുവായൂരിൽ നിന്നെത്തിയ കൈലാസ യാത്രികരിൽ ഒരാളായ ശ്രീ നരേന്ദ്രൻ തിരുമേനി, അദ്ദേഹം പൂജാതി കാര്യങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകുകയും ഈ പൂജ അതിൻ്റെ മഹനീയമായൊരു പരിസമാപ്തിയിലെത്തുന്നതിന് എല്ലാ തരത്തിലും ഒപ്പം നിൽക്കുകയും ചെയ്തു. തിരുമേനിമാർ രണ്ടുപേരും ചേർന്ന് നടത്തിയ പൂജ പരിപൂർണതയിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകമായൊരു സമാധാനം അനുഭവപ്പെട്ടു. കാത്തിരിക്കേണ്ടി വന്നാൽ കാത്തിരിക്കാമെന്നും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു വഴി തെളിയുമെന്നും ഉറപ്പായി.
Moksha Journey to the Self.